പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ അല്പമെങ്കിലും ഭൂമി ഉണ്ടാകുമല്ലോ. നമ്മുടെ വീട് കുറഞ്ഞ സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്നു. ആ വീടിൻ്റെ ചുറ്റുവട്ടത്തോ അതല്ലെങ്കിൽ പരിസരങ്ങളിലോ ഒക്കെ ഒന്ന് രണ്ട് അതല്ലെങ്കിൽ കുറച്ച് സെൻറ്റ് ഭൂമിയൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഭൂമി ഒരിക്കലും വെറുതെ നമ്മൾ ഉപേക്ഷിച്ചിടാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കൃഷിയോ ചെടികളോ നമുക്ക് ഉപകാരമുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭൂമിയെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഒരിക്കലും വെറുതെ ഭൂമി നമ്മൾ ഒന്നുമില്ലാതെ ഒഴിച്ചിടാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നമുക്ക് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മൻ കാനത്ത് ലഹു അർളുൻ ഫല്യസ്റഅഹ. വല്ലവനും ഭൂമി ഉണ്ടെങ്കിൽ, ഒരിറ്റ് ഭൂമി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അതിൽ കൃഷി ചെയ്യട്ടെ. കൃഷിയുടെ പ്രാധാന്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇനി ഒരാൾക്ക് ഭൂമിയുണ്ട്, അവന് കൃഷി ചെയ്യാൻ താല്പര്യമില്ല, എന്നാൽ ആ ഭൂമി വെറുതെ ഒഴിവാക്കിയിടാനല്ല ഇസ്ലാം കൽപ്പിക്കുന്നത്. മറിച്ച് ഫഇല്ലം യസ്റഅഹ ഫൽയുസ്രിഅഹ അഖാഹു. ഒരാൾക്ക് ഭൂമിയുണ്ടായിട്ട് അവനതിൽ കൃഷിയൊന്നും ഇറക്കുന്നില്ല എങ്കിൽ തൻ്റെ സഹോദരന്, തൻ്റെ കൂട്ടുകാരന്, തൻ്റെ കുടുംബങ്ങൾക്ക് അവൻ നൽകട്ടെ. എന്നിട്ട് അവർ കൃഷി ചെയ്യട്ടെ. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഭൂമി നൽകണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ള ഭൂമിയിൽ അല്പം കൃഷിയും അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്രദമാകുന്ന അല്പം വിളകളുമൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. വെറുതെ ഭൂമി ഒഴിച്ചിടുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.